ഹായ് ഓൾ, എല്ലാവർക്കും റീഡർ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന രണ്ട് പാചക പരീക്ഷണങ്ങളാണ്. ഒന്ന് കൊല്ലം സ്പെഷ്യൽ ഞണ്ട് കറി. കൊല്ലം സ്പെഷ്യൽ ഞണ്ട് കറി എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചിട്ട് ഒരു മഞ്ഞക്കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊല്ലത്താണ്, അപ്പോൾ അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് മഞ്ഞക്കറി. നമ്മുടെ വീടോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ക്രാബ് റോസ്റ്റാണ് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആണ് ഈ പറയുന്ന മഞ്ഞക്കറി കഴിക്കുന്നത്. അപ്പം അവരുടെ സ്പെഷ്യൽ ഞണ്ട് മഞ്ഞക്കറിയാണ് വയ്ക്കാൻ വന്നത്. പിന്നെ വേറെ എണ്ണം കക്ക ഇറച്ചി തോരൻ. അത് എൻ്റെ നാട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്നൊരു കറിയാണ് കക്ക ഇറച്ചി തോരൻ. നമ്മൾക്ക് ഇപ്പം കിട്ടുന്നത് കക്ക ഇറച്ചി ഫ്രൈ ഒക്കെയാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്മാവി ഉണ്ടായിരുന്നു. അമ്മാവിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഒരു സംഭവമായിരുന്നു കക്ക ഇറച്ചി തോരൻ. കക്ക ഇറച്ചി തോരനും കപ്പയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി അമ്മായിയുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. അപ്പം ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ വ്ളോഗായിട്ട് ചെയ്യുന്നത് ഇത് ആദ്യമാണ്. ഞാനിവിടെ ഞണ്ടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കക്ക അതിൻ്റെ കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കക്ക വേവിച്ചിട്ട് തോരനാക്കണമെന്ന്. പക്ഷേ ഇപ്പം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവളെടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ശകലം വേവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, തുള്ളി വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി കക്കയിന്ന് വെള്ളം ഊറി വരുമ്പോഴത്തേക്കും അത് ഒരുപാട് വെള്ളമായിപ്പോൾ. നമുക്ക് വേണ്ട സാധനങ്ങൾ കൊച്ചുള്ളി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കൊടംപുളി, പിന്നെ തേങ്ങ രണ്ടിനും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിനും വേണ്ട തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഞണ്ടിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത്. കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ അകത്തോടെ ഇടുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൻ്റെ അകത്തൊരു സവാള ഇടുന്നത്. രണ്ടിൽ കുറച്ച് സവാള മതി, കാരണം ഞണ്ടിന് ഓൾറെഡി ഇച്ചിരി മധുരം ഉണ്ടാക്കും. സവാള കൂടി ഇട്ട് കഴിഞ്ഞാൽ കുളമായിപ്പോൾ. അപ്പോൾ തേങ്ങയുടെ പരിപാടി ഇതാണ്. തേങ്ങയ്ക്കകത്തോട്ട് കൊച്ചുള്ളി, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണ്ട, കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ഇടാൻ ഇട്ടിട്ടില്ല. പിന്നെ സവാള നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് തേങ്ങ ഇടുന്നത്. തേങ്ങ നല്ലോണം പേസ്റ്റ് ആകണം. അത് സവാളയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞണ്ടിട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. ഞണ്ടിട്ടിട്ട് തേങ്ങയുടെ പിന്നെ പേസ്റ്റ് എല്ലാം ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടു. എന്നിട്ട് ലാസ്റ്റ് വേണം ഉപ്പിടാൻ. ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഞണ്ട് റെഡി. ഞണ്ടിന് ഒരുപാട് വേവൊന്നും വേണ്ട, ശകലം വേവ് മതി. ഞാൻ ആദ്യമേ തന്നെ കുറച്ച് വേവിച്ചിട്ടാണ് ഞണ്ട് തുടങ്ങിയത്. ഇനി നമുക്ക് കക്ക നോക്കാം. കക്കയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം എല്ലാം ചെയ്യുന്ന പോലെ കടുക് പൊട്ടിക്കുക. പിന്നെ അതിൻ്റെ അകത്തോട്ട് കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളിയാണ് കക്ക ഇറച്ചി തോരൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അതാണ് ടേസ്റ്റ്. ഇപ്പം കൊച്ചുള്ളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം, പക്ഷേ കൊച്ചുള്ളി ഇട്ടാലാണ് ഫുള്ള് ടേസ്റ്റ് ഉണ്ടാക്കുക. കൊച്ചുള്ളി നല്ലപോലെ നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമ്മൾ വേവിച്ച് വെച്ച കക്ക എടുത്തിടും. കക്ക നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല, നല്ലപോലെ വെന്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കക്കയിട്ട് കുറച്ച് ആയി കഴിയുമ്പോഴത്തേക്ക് തേങ്ങ അതിലോട്ടിടും. തേങ്ങയും പിന്നെ നമ്മുടെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും എല്ലാം കൂടെ ഇട്ടത് നമ്മളങ്ങോട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഈ സമയത്താണ് നമ്മൾ ഇതിന് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കക്കായും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ട് കറിയും നമ്മുടെ കക്ക ഇറച്ചി തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അടാർ ഐറ്റം കൂടിയുണ്ട്, ലെമൺ ഡേറ്റ്സ് പിക്കിളും ഫിഷ് പിക്കിളും. ഇത് പിക്കിൾ ഫാക്ടറി എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഈ കമ്പനി. അപ്പം ഇതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ചോറുണ്ണുന്നത്. കഴിച്ചിട്ട് അഭിപ്രായം പറയാവേ. എൻ്റെ ഫ്രണ്ട് പുതുതായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ഈ പിക്കിൾ ഫാക്ടറി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കഴിച്ചു നോക്കിയൊക്കെയാണല്ലോ നമ്മൾ പ്രോത്സാഹനമൊക്കെ അറിയിക്കേണ്ടത്. ആദ്യം ഞാൻ ഫിഷ് പിക്കിളാണ് കഴിച്ചത്. അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നുമില്ല, നല്ലപോലെ പീസുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ഒരുപാട് പൈസ ഒന്നുമില്ല, 200 സംതിങ് എന്തോ ആണ് ഇതിനുള്ളത്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ അകത്ത് പീസുണ്ട്, മീനിൻ്റെ പീസുണ്ട്. പീസ് ഞാനിപ്പോൾ എടുത്ത് കഴിച്ച് നോക്കുകയാണ്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് എണ്ണയില്ല എന്നുള്ളതാണ്. നമ്മൾ പലയിടത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഭയങ്കര എണ്ണയായിരിക്കും, എണ്ണയൊന്നുമില്ല. പിന്നെ അത് നാരങ്ങയും ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. നാരങ്ങ ആണെങ്കിലും അടിപൊളി. നാരങ്ങ സാധനം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സാധനമാണ്, പക്ഷേ ഈ നാരങ്ങ നല്ല അലുത്തിട്ട് ഈ ചോർപ്പൊന്നുമില്ല. ഇനി ഞാൻ എൻ്റെ ഞണ്ട് കറി കഴിച്ച് നോക്കാൻ പോവാണ്. എൻ്റെ ഞണ്ട് ഞാനിങ്ങനെ എടുത്തു. കൊള്ളാമല്ലേ, കണ്ടിട്ട് തന്നെ ഒരു ലുക്കുണ്ട്. കഴിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കഴിച്ചിട്ട് കൊള്ളാം കേട്ടോ.
ഞാൻ വിചാരിച്ച അത്ര മോശമൊന്നും ആയിട്ടില്ല, നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി അങ്ങനെ ഇങ്ങനെ മീനിൻ്റെ സാധനങ്ങളൊന്നും ഇഷ്ടമാണെന്ന് പറയാറില്ല, പക്ഷേ ഇത് പുള്ളിക്കും ഇഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ കക്ക അരച്ച് തോരൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കക്ക അരച്ച് തോരനും കഴിച്ചു. ഇതിന് ശരിക്കും അമ്മാവി ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കരിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ഗൃഹാതുരത്വമൊക്കെ തോന്നി. എനിക്ക് അമ്മാവിനെ ഓർമ്മ വന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ബീഫ് ചിക്കനൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഞണ്ടൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ ഇണ്ടപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ ഞണ്ടും കക്കായുമാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നുണ്ട്. ബൈ ബൈ.